celebrating 13 colorful years of capturing heartbeats of Keralites and broadcasting to the world. This program brought to you by Abraham and Associates. We are dream sellers. We help families build a bright future. വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ. I love myself. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. Faith Holidays, America's finest tour operator. To book a trip, call 1-888-91-FAITH. State Farm Insurance, Michael Therian. Keep the memories alive with Mukut Monuments. Heads Brokery 516-433-4310. Global Collision and Repair Works, 333 North Route 9 West, Congress, New York. Media App USA. Download Media App USA now on any of the streaming devices. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് യൂസ് ഓൺ എനി ഓഫ് യുവർ സ്ട്രീമിംഗ് ഡിവൈസ് ഓർ എനി സ്മാർട്ട് ടെലിവിഷൻ. ഇൻഡോ അമേരിക്കൻ സമൂഹത്തിനും ടെക്സസ് റിപ്പബ്ലിക്കൻ പാർട്ടിക്കും അഭിമാനിക്കുവാൻ വക നൽകിയ ഒന്നായിരുന്നു കഴിഞ്ഞ ദിവസം സാൻ ആന്റോണിയോ കൺവെൻഷൻ സെന്ററിൽ നടന്ന റിപ്പബ്ലിക്കൻ പാർട്ടി സമ്മേളനം. സമ്മേളനത്തിനിടയിൽ നടന്ന ചരിത്രപരമായ തെരഞ്ഞെടുപ്പിൽ മലയാളിയായ കോളിൻ കൗണ്ടിയിലെ എബ്രഹാം ജോർജ് ടെക്സസ് റിപ്പബ്ലിക്കൻ പാർട്ടി ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടു. സമ്മേളനത്തിനിടയിൽ നടന്ന ചരിത്രപരമായ തെരഞ്ഞെടുപ്പിൽ മലയാളിയായ കോളിൻ കൗണ്ടിയിലെ എബ്രഹാം ജോർജ് ടെക്സസ് റിപ്പബ്ലിക് പാർട്ടി ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഫോർട്ട് ബെൻഡ് കൗണ്ടി കൂടി ഉൾപ്പെടുന്ന മറ്റ് 17 കൗണ്ടികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് സാക്കി ജോസഫ് സെനറ്റ് ഡിസ്ട്രിക്ട് 18-ൽ നിന്ന് സ്റ്റേറ്റ് റിപ്പബ്ലിക്കൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ കമ്മിറ്റിമാനായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഏഷ്യൻ വംശജരിൽ നിന്ന് ടെക്സസിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഈ സ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ വ്യക്തികളാണ് ഇരുവരും. ഇരുവരുടെയും തെരഞ്ഞെടുപ്പ് ഇൻഡോ അമേരിക്കൻ സമൂഹത്തിന്റെ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വർദ്ധിച്ചുവരുന്ന സ്വാധീനം വ്യക്തമാക്കുന്നു. എബ്രഹാം ജോർജ് അതിവിപുലമായ രാഷ്ട്രീയത്തിലെ വിശാലമായ അനുഭവസമ്പത്തും യാഥാസ്ഥിതിക സംരക്ഷണ മൂല്യങ്ങളോടുള്ള ഉറച്ച പ്രതിബദ്ധതയുമുള്ള വ്യക്തിയാണ്. തന്നെ വിശ്വസിച്ച തന്റെ റിപ്പബ്ലിക്കൻ കൂട്ടാളികൾക്ക് താനിപ്പോൾ നന്ദി പറയുന്നു. സ്വാതന്ത്ര്യം, പരിമിത ഗവൺമെന്റ്, വ്യക്തിഗത ഉത്തരവാദിത്വം എന്നീ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന എല്ലാ ടെക്സസുകാർക്കും കഠിന പ്രയത്നത്തിന്റെയും സമർപ്പണത്തിന്റെയും തെളിവാണ് ഈ വിജയമെന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം ജോർജ് പറഞ്ഞു. യാഥാസ്ഥിതിക മൂല്യങ്ങളുടെ മികച്ച വക്താവാണ് ജോർജ് എന്ന് സ്ഥാനമൊഴിഞ്ഞ മുൻ ചെയർമാൻ മാറ്റ് റിനാൾഡി സൂചിപ്പിച്ചു. ജോർജിന്റെ നേതൃത്വത്തിൽ ടെക്സസ് GOP കൂടുതൽ ഉയരങ്ങളിലേക്ക് വളരട്ടെ എന്നും റിനാൾഡി കൂട്ടിച്ചേർത്തു. നിലവിലെ കമ്മിറ്റിമാൻ ഹവാർഡ് ബാർക്കറിനെ തോൽപ്പിച്ചുകൊണ്ടാണ് ഡിസ്ട്രിക്ട് 18-ൽ നിന്ന് സ്റ്റേറ്റ് റിപ്പബ്ലിക്കൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ 60% വോട്ട് നേടി സാക്കി ജോസഫ് തെരഞ്ഞെടുക്കപ്പെട്ടത്. രാജ്യത്തെയും നമ്മുടെ സംസ്ഥാനത്തെയും സേവിക്കുവാൻ കഴിയുന്നതിൽ താൻ ആവേശഭരിതനാണ്, ഒപ്പം വിനയാന്വിനും ജോസഫ് തന്റെ വിജയത്തിനു ശേഷം പറഞ്ഞു. നമ്മുടെ സമൂഹത്തിനും സംസ്ഥാനത്തിനും മാറ്റം വരുന്നു എന്നതിന്റെ തെളിവാണ് തന്റെ വിജയമെന്നും ജോസഫ് കൂട്ടിച്ചേർത്തു. സമ്മേളനത്തിൽ ആയിരക്കണക്കിന് പ്രതിനിധികളും പാർട്ടി ഉദ്യോഗസ്ഥരും പിന്തുണക്കാരുമാണ് പങ്കെടുത്തത്. എബ്രഹാം ജോർജിന്റെയും സാക്കി ജോസഫിന്റെയും തെരഞ്ഞെടുപ്പ് ടെക്സസ് GOPയുടെ ഇൻക്ലൂസിവിറ്റി എടുത്തു കാണിക്കുന്നു. ഒപ്പം ടെക്സസിന്റെ രാഷ്ട്രീയത്തിൽ ഇൻഡോ അമേരിക്കൻ സമൂഹത്തിൽ നിർണായക സ്വാധീനവും പങ്കും പ്രദർശിപ്പിക്കുന്നു. ഈ ചരിത്ര വിജയം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വൈവിധ്യങ്ങളെ അകറ്റി നിർത്താതെ ചേർത്ത് നിർത്തുന്നതിന്റെ തെളിവാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.